അപ്പോൾ നമ്മുടെ ക്ലാസ് 9-ലെ ഒരു ഡിസ്കോഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ഏരിയ ആണ് അനൗൺസ്മെന്റ് അല്ലേ. എങ്ങനെയാണ് നമ്മളൊരു അനൗൺസ്മെന്റ് എഴുതുക? അപ്പോൾ നിങ്ങളോടൊരു അനൗൺസ്മെന്റ് എഴുതാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ നിങ്ങളുടെ മൈൻഡിൽ സെറ്റാക്കി വെക്കണം? അപ്പോൾ ഫസ്റ്റ് പോയിന്റ് നിങ്ങളുടെ ഓഡിയൻസ് ആരാണോ അവരെ അഡ്രസ്സ് ചെയ്യാൻ മറക്കരുത്. നമ്മളൊരു സ്പീച്ചിലൊക്കെ ചെയ്യുന്നത് പോലെ നിങ്ങൾ ആ ഓഡിയൻസിനെ കറക്റ്റായിട്ട് അഡ്രസ്സ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ എന്തിനാണ് അവിടെ വന്നത്, ഇപ്പം എന്ത് ഒക്കേഷനാണ് അവിടെ സംഭവിക്കുന്നത് എന്നതിനെ പറ്റിയിട്ട് കുറച്ച് ലൈൻസ് എഴുതാം. ഓക്കെ, സോ യു ഹാവ് ടു ടെൽ ദം വൈ യു ആർ ദർ. അത് കഴിഞ്ഞാൽ മിക്കവാറും ചിലപ്പോൾ ഒരാളെ ഇൻവൈറ്റ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ഒരു ലക്ഷ്യം നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ടോക്ക് അബൌട്ട് ദ ടോപ്പിക്. എന്ത് ടോപ്പിക്കിനെ പറ്റിയിട്ടാണോ? ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു അനൗൺസ്മെൻറ്റ് എന്ന് പറയുന്നത് സെൽമ ലാഗർലോഫിനെ ഇൻവൈറ്റ് ചെയ്യുന്നതാണ് അല്ലേ. അപ്പോൾ അതിനെപ്പറ്റി കുറച്ച് ഡീറ്റെയിൽസ് പറയാം. ആൻഡ് നിങ്ങളുടെ ലാംഗ്വേജ് എൻഗേജിങ് ആക്കി വെക്കുക. ഓക്കെ, ലാംഗ്വേജിൽ നിങ്ങൾ ടോൺ ചേഞ്ചസ് കൊണ്ടുവരാം. അപ്പോൾ എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. യെസ്, ഇപ്പോൾ നമ്മൾ സെൽമ ലാഗർലോഫിനെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു അനൗൺസ്മെൻ്റ് ആണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. അപ്പം നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ അവരെ ലൈക്ക് അഡ്രസ്സ് ചെയ്തു, റൈറ്റ്? ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദ നോബൽ ഫോറം ഫോർ ദി അനൗൺസ്മെൻറ്റ് ഓഫ് ദിസ് ഇയർ മതി കേട്ടോ, ഓഫ് ദിസ് ഇയർ Nobel Prize in Literature. I am Nora Roger and I am the Secretary General of Nobel Assembly. അപ്പോൾ ഞാൻ ആരാണ് എന്നും പറഞ്ഞു, ഇവിടെ എന്താ ഒക്കേഷൻ എന്നുള്ളതും ഞാനിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തു. അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്? ഞാൻ ഓഡിയൻസിനെ അഡ്രസ്സ് ചെയ്തു, ഞാൻ ആരാണ്, എന്തിനാണ് നമ്മളിവിടെ കൂടിയത് എന്നുള്ളത് പറഞ്ഞു. It is my great honor to introduce Selma Lagerlöf. She can be called a literary genius whose works are read worldwide. She was born in a small Swedish village which is said to be the source of her inspiration. Her hard work and profound imagination has fetched her this Nobel recognition. Okay, അപ്പോൾ we are talking about Selma Lagerlöf. അവരെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. Today we celebrate her literary brilliance and magical words. Everybody please join your hands for the one and only Selma Lagerlöf to receive the Nobel Prize in Literature. ഇവിടെ ടോൺ മാറി അല്ലേ? ഇതുവരെ നമ്മൾ അവരെ പറ്റി സംസാരിക്കുന്നു. ഓൾ ഓഫ് എ സഡൻ നമ്മളൊരു ഹൈ ടോണിൽ പറയാണ്. എല്ലാവരും എന്ത് ചെയ്യുക? സെൽമ ലാഗർലോഫിന് വേണ്ടിയിട്ട് നിങ്ങളൊരു റൗണ്ട് ഓഫ് അപ്ലോസ് കൊടുക്കുക അല്ലേ. അവർ ഞാൻ എന്ത് ചെയ്യാണ്? സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. For the year 1909, Selma, please join us on the stage. അപ്പോൾ ഇതെന്താണ്? ഇങ്ങനെയാണ് നിങ്ങളൊരു അനൗൺസ്മെൻറ്റ് കൊടുക്കേണ്ടത്. ഇനി വേറൊരു സംഭവത്തിൻ്റെ അനൗൺസ്മെൻ്റ് ആണെങ്കിൽ പോലും നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നമ്മൾ ഓഡിയൻസിനെ അഡ്രസ്സ് ചെയ്യുക. നിങ്ങൾ ആരാണ്, ആരെ പ്രതിനിധീകരിച്ചാണ് നിങ്ങൾ അവിടെ നിൽക്കുന്നത് എന്നുള്ളത് പറയാം. അത് കഴിഞ്ഞിട്ട് എന്തിനെ പറ്റിയിട്ടാണോ നിങ്ങൾ പറയാൻ പോകുന്നത് അതിനെ പറ്റി ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അതിപ്പോൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ആണെങ്കിൽ ആ ആക്ടിവിറ്റി ഡിസ്ക്രൈബ് ചെയ്യുക. ഒരാളാണെങ്കിൽ ആ പേഴ്സണെ പറ്റിയിട്ട്, അയാളുടെ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റിയിട്ട് പറയാം. ആൻഡ് ദെൻ അവർ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്ന് ടോൺ ചേഞ്ച് ചെയ്ത് അവരെ ഇൻവൈറ്റ് ചെയ്യും. ഓക്കെ, അതല്ല ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ അവിടെ നിന്ന് ടോൺ ചേഞ്ച് ചെയ്ത് എന്ത് പറയാം? പ്ലീസ് പുട്ട് യുവർ ഹാൻഡ്സ് ടുഗെദർ ആസ് വി ബിഗിൻ ദിസ് ജേർണി എന്നൊക്കെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് ഓൾ ഇസ് നീഡഡ് ഫോർ യുവർ അനൗൺസ്മെൻറ്റ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ചെറിയ മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ ഡോണ്ട് വറി. ആൻഡ് ഇനി നിങ്ങൾക്ക് ഇങ്ങനത്തെ ഏത് വീഡിയോസ് ആണ് വേണ്ടത് വെച്ചാൽ താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് മാക്സിമം വീഡിയോ ലൈക്ക് ചെയ്യുക, എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.